ഹായ്, സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 4ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ ബേബി ബിബ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റായിട്ട് ചെറിയ കുട്ടികളുണ്ടല്ലേ, 1 മാസത്തിൻ്റെ കുട്ടികൾക്ക് നെക്കിലേക്ക് കഴുത്തിലേക്ക് കെട്ടുന്ന സാധനമാണ്. ഈ പാലെല്ലാം കൊടുക്കുമ്പോൾ അത് ഡ്രസ്സിലേക്ക് വീഴാതിരിക്കാൻ മുമ്പിൽ കഴുത്തിൻ്റെ മുമ്പിൽ കെട്ടുന്ന ഒരു സാധനമാണ്, ഒരു ക്ലോത്താണ്. അതിന് കാണിച്ചു തരും. അതിൻ്റെ അളവും എല്ലാം കട്ടിങ്ങും എല്ലാം സ്റ്റിച്ചിങ്ങും ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കാണിക്കും. പിന്നെ നിങ്ങൾ ഇന്നലെ ചെയ്ത വർക്കുകളൊക്കെ ഞാൻ കണ്ടു. എല്ലാവരുടെ വർക്കും നന്നായിരുന്നു. പിന്നെ ചെറിയ ഡിഫറെൻ്റൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ മെഷീൻ ചവിട്ടുമ്പോൾ സ്റ്റിച്ചിങ് അങ്ങോട്ടിങ്ങോട്ടാവും. അത് പിന്നെ ഞങ്ങൾ മെഷീന് ചവിട്ടി പിന്നെ അത് ക്ലിയറായിട്ട് കിട്ടും. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഞങ്ങൾക്ക് ഒരു ന്യൂസ് പേപ്പർ വേണം. ഞാൻ ന്യൂസ് പേപ്പറല്ല, ഞാൻ ചെറിയൊരു ബുക്കിൻ്റെ പേപ്പർ എടുത്തതാണ്. എൻ്റെ കൂടെ പേപ്പറുണ്ട്. ഈ പേപ്പറിൻ്റെ കൂടെ ഫസ്റ്റായിട്ട് ഞങ്ങൾ പേപ്പർ കട്ടിങ് ചെയ്യണം. ഏത് ചെയ്യുമ്പോൾ ഫസ്റ്റായിട്ട് ഞങ്ങൾ പേപ്പർ കട്ടിങ്ങിലൂടെ ചെയ്യുന്നത്. ഫസ്റ്റ് ഞങ്ങൾ ഈ മുകളിൻ്റെ ഈ പേപ്പർ ഉണ്ടല്ലേ, ഈ പേപ്പർ ഇതുപോലെ മടക്കിയിരിക്കണം. ഇപ്പോൾ വലിയൊരു പേപ്പറുണ്ട്, ന്യൂസ് പേപ്പർ. അതിനെ ഇതുപോലെ മടക്കണം. ഇതുപോലെ മടക്കിയിട്ട് ഈ മടക്കുള്ള ഭാഗം ഉണ്ടല്ലേ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഈ ഓപ്പണുള്ള ഭാഗത്തിൽ നിന്നല്ല, ഈ മടക്കുള്ള ഭാഗത്തിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നിന്ന് ഇവിടേക്ക് 2 ഇഞ്ച്, അതുപോലെ താഴോട്ടും 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ ഇവിടെയും 2 ഇഞ്ച് മാർക്ക് ചെയ്തു. സ്ക്വയറിലെ ഇതിലേക്ക് നമ്മൾ ലൈൻ ഇടണം. ഇനി ഞങ്ങൾക്ക് നെക്സ്റ്റ് മുകളിൽ നിന്ന് താഴെ 8 ഇഞ്ച് വരണം. 8 ഇഞ്ച് ഈ ഭാഗത്തിൽ നിന്ന് ഇവിടെ 6 ഇഞ്ച് വരണം. 6 ഇഞ്ച് വരണം. അപ്പോൾ ഇവിടെ ഒരു ലൈൻ ഇടണം സ്ട്രൈറ്റായിട്ട്. ഇതിൻ്റെ ക്ലാരിറ്റി ഒന്ന് പറഞ്ഞു തരാം. ഇവിടെ 2 ഇഞ്ചുണ്ട്, ഇവിടെ 6 ഇഞ്ച്, ഒന്നായി 8 ഇഞ്ചായി. അതുപോലെ ഇത് 8 ഇഞ്ചാണ് ഇവിടെയും വെച്ചത്. ഓക്കെ, പിന്നെ ഞങ്ങൾ താഴെ ഞങ്ങൾക്ക് 5 ഇഞ്ച് വേണം. 5 ഇഞ്ച് വേണം താഴെ. അതുപോലെ തന്നെ മുകളിലും ഈ ഭാഗത്ത് 5 ഇഞ്ച് വെച്ചിട്ട് ഒരു സ്ക്വയറായിട്ട് ഒരു മാർക്ക് ചെയ്യണം. ഇതുപോലെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് സ്ക്വയറായി. ഇനി ഞങ്ങൾ 1/2 ഇഞ്ച് ഇവിടെ നിന്ന് ഈ ഒരു നമ്പറിൽ നിന്ന് ഇവിടേക്ക് 1/2 ഇഞ്ചായി. 1/2 ഇഞ്ച് എടുക്കണം, മാർക്ക് ചെയ്യണം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ നടുഭാഗത്തിൽ നിന്ന് ഈ 2 ഭാഗം ഉണ്ടല്ലേ, ഇപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇവിടേക്ക് 6 ഇഞ്ച് എടുത്തല്ലേ, ഈ 6 ഇഞ്ച് എടുത്ത ഭാഗത്തിൽ നടുവിലേക്ക് സെൻറ്ററായിട്ട് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇവിടേക്ക് 4.5 ഇഞ്ചിലൊരു മാർക്ക് ചെയ്യണം. സെൻറ്ററായിട്ട് ഒരു മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തു. ഇനി ഞങ്ങൾ ഇതിലേക്ക് ഷേപ്പ് കൊടുക്കണം. ഇതുപോലെ ഷേപ്പ് കൊടുക്കണം.
ഷേപ്പ് കൊടുത്തു. അതേമാതിരി ഞങ്ങൾ ഈ ഭാഗത്തിലും ഒരു ഷേപ്പ് കൊടുക്കണം ഇവിടേക്ക്. ഇപ്പോൾ ഷേപ്പ് കൊടുത്തല്ലേ, ഇനി ഞങ്ങളിതിനെ കട്ട് ചെയ്യണം. ഒന്ന്, ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ കട്ട് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഇതൊരു ബിബായി. ഓക്കെ, ഇതിനെ ഞങ്ങൾ തുണിയിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാം.